കോൺഗ്രസിലെ ജീർണതകൾക്കെതിരെ, അവിടുത്തെ ചില മേധാവിത്വ സ്വഭാവങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് വി ഡി സതീശനെതിരെ പൊരുതിയ ഒരാൾ, ആ പാർട്ടിക്കകത്തു നിന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് വി ഡി സതീശൻ്റെ സ്ഥാനാർത്ഥിത്വത്തെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തെയും കാണുന്നത്? വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ എങ്ങനെയിരിക്കും? എനിക്ക് ഒരു സ്ത്രീക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല. സ്ത്രീക്ക് മാത്രമല്ല, പുരുഷന്മാരെയും കിട്ടില്ല. സ്വന്തം വളർത്തുമകളായിട്ട് വന്ന് ഒരു ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വെളിപ്പേരുണ്ടല്ലോ, കേക്കച്ചൻ, ഒരു കേക്ക് മുറിച്ചൊരു സിനിമാ താരമുണ്ടല്ലോ, ആ സ്ത്രീയോട് പോലും എന്തെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടോ? അവർ പരാതി കൊടുത്തിട്ട് അത് 3 കൊല്ലം പോക്കറ്റിലിട്ട് നടന്ന ഒരാളാണ്. ഇല്ല, സാധാരണഗതിയിൽ ഇപ്പം എൻ്റെ വളർത്തുമകൾക്ക് ഒരാൾ മോശമായി പെരുമാറിയാൽ ഒരു ആക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടായോ? ഇല്ല. അപ്പോൾ എവിടെയാണ് അദ്ദേഹം, ആരോടാണ് നീതി നടത്തുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ലേ? അദ്ദേഹത്തെക്കാൾ കൂടുതൽ തവണ ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും പര്യടനം നടത്തിയിട്ടുണ്ട്. സമര മുഖങ്ങളിൽ എന്താ പറയുക, എത്രമാത്രം യാതനകളും വേദനകളും, ജയിലിലായിട്ടുണ്ട് എത്ര പ്രാവശ്യം. അന്ന് ഇതുപോലെ PR വർക്കൊന്നും ഇല്ലല്ലോ, ഡിജിറ്റൽ മീഡിയ ഇല്ലല്ലോ. ഞങ്ങളൊക്കെ ഈ 38 വർഷം സഹിച്ച യാതനകൾ, ഇന്നത്തെ പോലെ മൊബൈലിലൂടെയല്ല മീറ്റിങ്സ് അറിയിക്കുന്നത്, കത്തിലൂടെ അയക്കുന്നത്, മനസ്സിലായി. അന്ന് ലാൻഡ് ഫോൺ മാത്രമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഒരാളുടെ വേദനയോ കഷ്ടപ്പാടോ ഒന്നും അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്താണ് പൊതുപ്രവർത്തനം എന്നറിയില്ല. ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നൊരു പൊതുപ്രവർത്തനമായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും. ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിരുന്നു, ഇല്ലേ? കൾച്ചർ അതായിരുന്നു. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് ഞാനൊക്കെ ജില്ലാ കൗൺസിൽ മെമ്പറായിരിക്കുമ്പോൾ പത്മ ചേച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞാൽ, അമ്മ അവിടെ താമസിപ്പിക്കുള്ളൂ, നമ്മളെ ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്ത് തരില്ല, ഇവിടെ താമസിക്കും, ഇവിടെ ഇത്ര മുറിയിലെ കുട്ടീന്നാ ചോദിക്കണേ. അപ്പോൾ അങ്ങനെ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫാണെങ്കിലും അത്ര സ്നേഹം എന്നറിയോ, വിളിച്ച് പറയും, സിമി കരിമീൻ വറുത്തതുകൊണ്ട് ഇവിടെ കഴിക്കാൻ ആരുമില്ല, ഒന്ന് വരാവോ എന്ന്. ക്ലിഫ് ഹൗസിലെ ആ സ്ട്രോക്ക് വന്ന സമയത്ത് ആ പൂന്തോട്ടത്തിൽ എന്നെ കൈ പിടിച്ച് നടക്കുമായിരുന്നു. ഞാൻ അവിടെ പ്രയർ ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ നടുവിലായിരുന്നു ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാണ്ട് ക്രൂരതയും ദുഷ്ടത്തരവും, എന്താ പറയുക, ഒരാൾ നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിരുന്നു, വിനോദിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയില്ല, പോട്ടെ, എന്നിട്ടും എൻ്റെ ഒരു ധാരണ, അവിടെ വെച്ച് പട്ടിയാട്ടുന്ന പോലെ ആട്ടെ, നിങ്ങളോട് ആര് പറയട്ടെ ഇവിടെ വന്നേന്നേ ചോദിച്ചാൽ സർവ്വ പത്രക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് തള്ളി മാറ്റും. AK ആന്റണീനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്ര ഡിഫൻസ്, അദ്ദേഹത്തിന് ഏതൊരു ഇൻ്റർവ്യൂവിൽ കൈ തട്ടി മാറ്റുന്നുണ്ട്, KS സുധാകരനെ പരിഹസിച്ച് തട്ടി മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ശശി തരൂർ ഊതി ഉറപ്പിച്ച ബലൂണാന്ന് പറഞ്ഞു. പിന്നെ അപമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും MM ഹസനെ കൈ തട്ടി, UDF കൺവീനറായിരുന്നു. ഇങ്ങനെ മനുഷ്യരോട് മോശമായി പെരുമാറുന്ന ഒരു പെരുമാറ്റ വൈകല്യമുള്ള, ആനപ്പക സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലില്ല, ഇപ്പോൾ സംസ്ഥാന ഭാരവാഹിയല്ല, ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇല്ല. ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ വെച്ച യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ തല തല്ലിപ്പൊളിച്ച്, നെറുകുന്തല തല്ലിപ്പൊളിച്ചിട്ട്, ഞങ്ങൾക്ക് ഈ വധഭീഷണിയൊക്കെ കിട്ടിയായിരുന്നു, ഇദ്ദേഹം ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തെ. ഞങ്ങൾ ITI ന്യൂസിന് ഞങ്ങൾ 2 പേരും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരിൽ കുറേ ചാരന്മാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 2 പേരെ ആക്രമിക്കാൻ പരിപാടിയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, പോലീസിൽ പരാതി കൊടുക്കണമെന്ന്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് ത്രെറ്റ് ഉള്ളതുകൊണ്ടും എനിക്ക് അതിനു മുമ്പ് ത്രെറ്റ് കിട്ടിയതുകൊണ്ടും അധികം അങ്ങനെ അത്ര അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ പുറത്ത് പോകാറുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ പരാതി കൊടുത്തു, എനിക്ക് അങ്ങനെ എന്നെ ആക്രമിക്കാനും വധശ്രമം നടത്താനും സാധിക്കും. ഇത് കൊടുത്തതിൻ്റെ 4ാമത്തെ ദിവസം ഇദ്ദേഹത്തെ ആക്രമിച്ച് നെറുകുന്തല ചുറ്റികൊണ്ട് അടിച്ച് പൊളിച്ചു, കൈയുടെ അസ്ഥികൾ അടിച്ച് പൊളിച്ചു, കാൽമുട്ട് അടിച്ച് പൊളിച്ചു. എൻ്റെ മകനെ ആക്രമിച്ചു, അമ്മയോട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിനെതിരെ ശബ്ദം ഉയർത്തതിന് പേരിലും ഞാൻ ഒരുപാട് സതീശന്റെ ഗുണ്ടകളാണോ ആക്രമിച്ചത്? അദ്ദേഹം കൊടുത്ത മൊഴി, കാരണം ഞങ്ങൾക്ക് വധഭീഷണി കിട്ടിയത് ആ ഗുണ്ടകളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഞങ്ങൾക്ക് ആപത്ത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണല്ലോ നമ്മളോട് അറിയിച്ചത്. ആ അറിയിച്ചിട്ടാണ് പരാതി കൊടുത്തത്. പരാതി കൊടുത്തതിന് ശേഷമാണ് ആക്രമിക്കപ്പെട്ടത്, ഇല്ലേ?
അപ്പോൾ പരാതി കൊടുത്തു, നിങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരികയാണ് കാര്യങ്ങളെന്ന് മനസ്സിലായപ്പോൾ ആക്രമിച്ചതാണ്. മനഃപൂർവ്വം ചെയ്താണ്. മനഃപൂർവ്വം ചെയ്തു. ഈ കോൺഗ്രസിന്റെ സംസ്കാരം എങ്ങനെയാണ് ഇങ്ങനെ മാറിയത്? ഇതിനു മുമ്പ് കോൺഗ്രസ് ഈ പറയുന്ന ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഒക്കെ പോയിട്ടില്ല. അപൂർവമായിട്ട് നമ്മൾ കണ്ണൂരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട്, CPM പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പലപ്പോഴും ആയുധം എടുത്തിട്ടില്ലെങ്കിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അല്ലാതെ കോൺഗ്രസിനകത്ത് ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊല ചെയ്യപ്പെടാം, എൻ്റെ മകന് എപ്പോൾ വേണമെങ്കിലും ആപത്ത് സംഭവിക്കാം, ഈശ്വരൻ അങ്ങനെ വരുത്താതിരിക്കട്ടെ. കാരണം അദ്ദേഹത്തിന് ഒരു മകളുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. ഈ കേരളത്തിൻ്റെ എന്താ പറയുക പ്രതിപക്ഷ നേതാവിനുമുണ്ട്. അപ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണുനീരിൽ തിമർത്താടുമ്പോൾ സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ല. കാരണം കർമ്മം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കർമ്മം ചെയ്യുന്ന പ്രവർത്തികൾ തിരിച്ചടിക്കും. ബൂമറാങ്ങാണത്. അത് മറക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ ഒരു പക്ഷേ ഇതെൻ്റെ മരണമൊഴിയായിരിക്കാം. കാരണം എൻ്റെ വീട്ടുകാർ ഭയന്നിട്ട് എന്നെ ഒരുപാട് ഇൻ്റർവ്യൂവിന് വിടാതിരുന്നു. ഇൻ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വേണ്ട എന്നുള്ള ഒരു ഇതിൽ സഹോദരങ്ങൾ വഴി, അവരുടെ സുഹൃത്തുക്കൾ വഴി എല്ലാം ഇങ്ങനെ ത്രറ്റാണ്, ഇദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ പാടില്ല എന്നുള്ളത്. ഞാൻ ആലോചിച്ചു എന്തായാലും ഒരു ദിവസം മരിക്കും. പിന്നെ ഇദ്ദേഹത്തിനെ പോലെ ഒരാളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതിയിലേക്ക് ഈശ്വരൻ എന്നെ തള്ളി വിടരുത് എന്ന് ഞാൻ തീരുമാനമെടുത്തു. പക്ഷേ എങ്ങനെയാണ്, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, വി ഡി സതീശനെ പോലൊരു നേതാവിന് എങ്ങനെയാണ് അങ്ങേപോലെ AICC മെമ്പറായിരുന്ന ഒരാൾക്ക് നേരെ ഇത്രത്തോളം ശത്രുതയോടുകൂടി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ നേരിട്ടൊരു കായികമായി തന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ത് പക്വതയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാനുള്ള ഞാൻ AICC മെമ്പറായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ സോണിയാഗാന്ധി ഡയറക്റ്റ് എന്നെ AICC മെമ്പറാക്കിയത്. ആ മാഡമായിട്ട് എനിക്ക് അത്രയും ഭയങ്കരമായ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നെ മോന് പേരിട്ടത് പോലും സോണിയാജിയാണ്. മോന് ജനിച്ചിട്ട് ആദ്യം കാണുന്നത് പുറത്ത് കൊണ്ടുവന്നത് സോണിയാജി ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോൾ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. അത്രയും അടുപ്പം. അത് ഉമ്മൻചാണ്ടി സാറും രമേശിക്കും എല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഇദ്ദേഹം അന്ന് ഈ സ്കൂട്ടർ എന്തിക്കൊണ്ട് നടക്കുന്നൊരു കാലമാണ്, പെട്രോൾ അടിക്കാതെ. ഒരാൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ലായിരിക്കും, അതിന് ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക ചെറിയ രീതിയിലോ അല്ലെങ്കിൽ അപമാനിക്കാൻ പറയാൻ ആഗ്രഹിക്കണം. എൻ്റെ പിതാവ് എന്നെ പഠിച്ചിട്ടുണ്ട്, ദൈവം എപ്പോഴും യാചകൻ്റെ രൂപത്തിലും എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വരിക. ഏറ്റവും മോശം വസ്ത്രം, അങ്ങനെ ചെറുപ്പത്തിലേ കേട്ടു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അതിനെയൊന്നും ചെറുതായി കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ വളരെ താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എത്രയോ ഡൗൺ ടു എർത്താണ്. ഈ അടുത്ത് ദ്രൗപദി എന്ന ഇന്ത്യയുടെ പ്രഥമ വനിത പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു, സങ്കടപ്പെട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ്. അപ്പോൾ ഹൃദയാലുക്കളായ നേതാക്കളുടെ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ഞാൻ വിശ്വസിക്കും. ഇതുപോലെ മനുഷ്യനെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചവിട്ടിപ്പുറത്ത് എൻ്റെ KPCC മെമ്പറും എൻ്റെ AICC മെമ്പർ ആ 2 പോസ്റ്റും ഞാൻ കേരളത്തിലെ ഭരണഘടനാ പദവി വഹിച്ച ഒരു സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങളാണ്. അത് രണ്ടും എടുത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇദ്ദേഹം KPCCയുടെ മീഡിയ സെൽ ചെയർപേഴ്സൺ ആക്കിയിട്ടുള്ള കൊച്ചി മേയറാക്കാൻ അവരോധിച്ച പ്ലാൻ ചെയ്ത വനിതയ്ക്ക് എടുത്ത് കൊടുത്തു. ആരും ചോദിക്കാനില്ല ഈ പാർട്ടിയിൽ. കൃത്യമായിട്ടുള്ള ഒരു പക്ഷപാതം ചോദിക്കാൻ പാടില്ല. ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ത്രീകൾക്ക് എന്ത് പോസ്റ്റിംഗ് കൊടുക്കും. മാനം മര്യാദയോടുകൂടി ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവരൊക്കെ അങ്ങോട്ട് ചവിട്ടുവാണ്. ഇയാളോട് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ പ്രായമില്ല, നിങ്ങളൊക്കെ വീട്ടിലിരിക്കുന്ന പറയണേ. ഇയാൾക്ക് 62 വയസ്സ് കഴിഞ്ഞു, ഇയാൾ ഷഷ്ടിപൂർത്തി കഴിഞ്ഞു. ഇയാളിപ്പോൾ 30 വർഷമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മാറിക്കൊടുക്കണ്ടേ? മേയർ സൗമിനി ജെയിന് അവരുടെ എല്ലാ പോസ്റ്റും എടുത്തു കളഞ്ഞു. അവർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷയായിരുന്നു, അവരെ വീട്ടിലിരുത്തുന്നു. വത്സല പ്രസന്നകുമാർ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു, പറവൂർ നഗരസഭാ ചെയർപേഴ്സണായിരുന്നു. അവരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ചതിയിലൂടെ ഇയാൾ പുറത്താക്കി. അവർ AICC മെമ്പറായിരുന്നു, അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന എല്ലാ പദവികളെടുത്ത് അവരെ നിഷ്ക്രിയരാക്കി. ഇങ്ങനെ പദവികളുള്ള ഇയാൾക്ക് താല്പര്യമില്ലാത്ത എല്ലാ സ്ത്രീകളെയും ഒന്നുമല്ലാതാക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഒരാൾ പൊളിറ്റിക്സിൽ നിന്ന് 5 വർഷം 6 വർഷം ഒന്നും അല്ലാതെ നമ്മൾ അപ്രതീക്ഷമായി ഇല്ലേ? എപ്പോഴും അധികാരമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കുന്നത് ആളുകൾ. അധികാരം ഒരു കാലത്ത് ഒരു സീറ്റ് പോലും കൊടുക്കാതെ റിബലായി മത്സരിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ദീപ്തി മേരിയെ കാണുമ്പോൾ ആളുകൾ കൈകൂപ്പുന്നത് എന്തുകൊണ്ട്? അധികാരം ഉള്ളത് കൊണ്ടാണ്. അവരുടെ സ്വഭാവ മഹിമ കൊണ്ടിട്ടാണോ? അല്ലല്ലോ. അല്ല, ഇതിനകത്തൊരു കാര്യം, ഇത്രയേറെ ആക്രമണം നടത്തിയപ്പോൾ അങ്ങ് കോൺഗ്രസിൻ്റെ നിലവിലെ മുതിർന്ന നേതൃത്വം ഇല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ടില്ലായിരുന്നു? അല്ല, ഞാൻ KPCC പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് VD സതീശൻ അറിയാതെ എറണാകുളം ജില്ലയിൽ ഒരു ഇല അനങ്ങില്ലാന്ന്. അങ്ങനെ ഇല അനങ്ങിയതാണല്ലോ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ 1 വോട്ട് കിട്ടിയ ജെബി മേത്തർ രാജ്യസഭയിൽ എത്തിയത്.
ജെവി മേത്തറെ രാജ്യസഭയിൽ എത്തിക്കാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞെന്താ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ നിയമ നിർമ്മാണം ഇങ്ങനെ നടപ്പിലാക്കി. കോൺഗ്രസിൽ ഇല്ലാത്ത ഒരു സംവിധാനം. 42 വർഷം കഴിഞ്ഞിട്ട് ഈ പാർട്ടിയിൽ നഫീസത്ത് ബീവി മുതൽ ലീലാ ദാമോദരം അതിനു ശേഷം എത്രയോ വനിതാരത്നങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ പേര്. ആരോടെങ്കിലും ഒരു നീതി കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയാണ് അവരായത്? അവർക്ക് യൂത്ത് കോൺഗ്രസ്സിൽ ഒരു വോട്ട് കിട്ടിയതാണോ? അവർ രാജ്യസഭയിൽ പോകാൻ യോഗ്യത നേടിയത്? അപ്പോൾ അധികാരമുള്ളവരുടെ കൂടെ ആളുകൾ നിൽക്കുമെന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളവരോടൊക്കെ കാണിച്ചത്. അപ്പോൾ പഞ്ച വേണുഗോപാൽ, വിജയലക്ഷ്മി ടീച്ചർ, ലാലി വിൻസെൻ്റ്, വത്സല പ്രസാദ്, ഇവരെ എല്ലാവർക്കും പ്രായമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മറ്റേ സൗമിനി ജെയിനൊന്നും വലിയ പ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ മരണം വരെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കണം. MP MLA ആവുന്നതല്ലല്ലോ പൊതുപ്രവർത്തനം. പക്ഷെ നമ്മുടെ KPCCയിൽ പോലും ഇയാൾ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. അതിനെ ചോദ്യം ചെയ്യണ്ടേ? മരണത്തെ പേടിച്ച് വീട്ടിലിരിക്കണോ? എന്തായാലും ഒരു ദിവസം മരിക്കും. പക്ഷെ ഇയാളുടെ മുഖം തുറന്നു കാട്ടിയിട്ട് മരിച്ചാലേ ആത്മാവിന് മോക്ഷം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് എന്ത് ഗതികേടിലേക്കല്ലേ ചെന്നെത്തുക? ഉറപ്പായിട്ടും സത്യത്തിനൊരു വിലയുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇല്ലേ? എന്ത് കാരണത്താലാണ്, എന്താണ് എൻ്റെ അയോഗ്യത? എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ എന്തെങ്കിലും എന്താ പറയുക, ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ട് എന്ത് അപരാധമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അപരാധം ചെയ്ത സ്ത്രീകളൊക്കെ വലിയ പദവികളിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതെ. അപ്പോൾ ശരിക്കും VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെ ഭയക്കുന്നുണ്ട്. ഈ പറയുന്ന നിങ്ങളോടൊപ്പം കോൺഗ്രസ് വിട്ട ആൾക്കാർ. അല്ല, ഞാനിപ്പം മനസ്സിലാക്കിയത് പറവൂരിൽ നിന്ന് തന്നെ ഒരു 50 പേരെങ്കിലും ഒരു ദിവസം വിളിക്കാറുണ്ട്. ചിലപ്പോൾ എൻ്റെ ഫോൺ കോളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ മനസ്സിലാക്കി ചിലപ്പോൾ വത്സന പ്രസന്നകുമാറിനെ പേടിച്ചിട്ട് അങ്ങനെ തൃക്കാക്കര സീറ്റ് ചോദിച്ചു കിടക്കുമെന്നാണ് ഞാൻ കേട്ടത്. അത്രയേറെ പവർഫുൾ ആണ് വത്സല പ്രസന്നകുമാർ. കാരണം അവരൊക്കെ വീട്ടിലിരുത്തിയതല്ലേ. എക്കാലവും എല്ലാവരെയും നിഷ്ക്രിയമാക്കാൻ പറ്റുമോ? എല്ലാവരെയും പറ്റുമോ? വയസ്സായി എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലിരിക്കണമെന്ന് ഇയാൾ ആഗ്രഹിച്ച പോലെ നടക്കാൻ ദൈവം കൂടി സമ്മതിക്കണ്ടേ? ഇയാൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അവരുടെ വിധി എന്താണോ അതിലേക്ക് അവർ എത്തപ്പെടും. എൻ്റെ വിധി എന്താണോ, ഞാൻ സംഭവിച്ചതെല്ലാം നല്ല. VD സതീശൻ്റെ ആളുടെ എന്താണ് KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, ഒരാൾക്ക് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഗ്രഹമില്ല. ഇയാൾ ഞാൻ CPM ആയിട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പത്രസമ്മേളനം നടത്തുവാണ്. ഞാൻ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഞാൻ അന്ന് അതിൻ്റെ പിറ്റേന്ന് ഞാൻ ചോദിച്ചു, ഞാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തല മുണ്ടനം ചെയ്തിട്ട് ഞാൻ KPCCക്ക് സമർപ്പിക്കാം. അയാൾ തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. എങ്ങനെയാണ്? ഞാൻ അവരുടെ പാർട്ടിയിൽ പോയി അവരുടെ ക്യാബിനറ്റ് റാങ്ക് വരെ സ്വീകരിച്ചോ? ഏതെങ്കിലും വലിയ പോർട്ട്ഫോളിയോ എടുത്തോ? അപ്പോൾ ഇയാളിങ്ങനെ പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാൾക്ക് എന്നെ പാർട്ടിയിൽ നിന്ന് എങ്ങനെയും പോയിച്ച് പുറത്തേ അടിക്കണം. അതുതന്നെ അയാളുടെ തന്ത്രം. അയാൾ ഒരുപാട് സ്ത്രീകളോട് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് വിടേണ്ട സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ പ്രവേശനം മനസ്സിലുണ്ടോ? ഞാൻ പ്രാർത്ഥനാ നിർഭരമായൊരു അന്തരീക്ഷത്തിൽ വളർന്നൊരു കുട്ടിയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്ക് ആ കർമ്മം തിരിച്ചു കിട്ടുമെന്ന് പഠിപ്പിച്ചൊരു പിതാവിൻ്റെ മകള. ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരാളുടെ കണ്ണുനീരോ ശാപമോ ഞാനോ മോനോ കഴിക്കുന്ന പ്ലേറ്റിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒരാളുടെയും കണ്ണുനീരോ ഒരു ശാപവാക്കോ ഉണ്ടെന്ന്. അപ്പോൾ ആ കർമ്മങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഉയരങ്ങളിലെത്തിക്കും. കാരണം ഇവരെൻ്റെ വനിതാ കമ്മീഷൻ്റെ യൂത്ത് കമ്മീഷൻ അംഗത്വം തെറിപ്പിച്ചപ്പോൾ അപ്പോൾ സതീശൻ്റെ നിർബന്ധമായിരുന്നു. ഹരിത MLA-മാരുടെ ഒരു VD സതീശൻ്റെ ഹൈബ്രിഡിനെ, കാരണം എറണാകുളത്ത് ഞാൻ തല വെക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഫയൽ മടക്കി അയച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ രൂപത്തിൽ അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും KPCC പ്രസിഡൻറ്റും വന്നു. അവർക്ക് വാശി വന്ന് എൻ്റെ ഭാവി തീരുമാനിക്കാൻ വിധവയായ, നിരാലംബയായ, പിതാവും ഭർത്താവും നഷ്ടപ്പെട്ട 11 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയായ എന്നെ ഇയാളെ യൂത്ത് കമ്മീഷനിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ ദൈവം അവരുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിനെയും ഹൈബിയെയും വെല്ലുവിളിച്ച് എന്നെ ആക്കി. ഹൈബിയുടെ ഗ്രൂപ്പ് വിട്ടുപോകുമെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയതാണ്. അപ്പം ഞാൻ പറയുന്നത്, എന്നും എക്കാലത്തും ഒരു പവർ ലോബിക്ക് തുടരാൻ പറ്റില്ല. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും, അദൃശ്യമായൊരു സാന്നിധ്യമുണ്ട്. ആ ഒരു അദൃശ്യമായൊരു കയ്യൊപ്പ് എൻ്റെ ജീവിതം, എൻ്റെ ഭാവി അത് തീരുമാനിക്കപ്പെടും.
ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്കുണ്ട്. എൻ്റെ പൊതുപ്രവർത്തനം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ, ചേർത്ത് പിടിക്കാൻ. ഇന്നും ഞാൻ സന്തോഷം കണ്ടെത്തുവാണ് ഒരാളെ സഹായിക്കുമ്പോൾ. ഈ സതീശൻ എന്ന് പറയുന്നാൽ ഒരാളെ അപമാനിക്കുക, വേദനിപ്പിക്കുക, ചവിട്ടി പുറത്താക്കുക. മനസ്സിലായോ? ഈ ജില്ലയിൽ ഇന്ന് എത്ര നേതാക്കളുണ്ട്? ഇയാളുടെ ചരിത്രം അറിയാത്ത കുറേ കൊച്ചു പിള്ളേരുണ്ട്. ഹൈബീഡനൊക്കെ വന്നിട്ട് 10-18 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഒരുപാട് കാലം 10-40 3 പതിറ്റാണ്ടൊന്നും ആയിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ വീട്ടിൽ പോയി ഇരിക്കണം എന്ന് പറയുന്ന ഇയാളെ ദൈവം വീട്ടിലിരുത്തോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്ക് ബുമറാങ് പോലെ വരും. എന്നെ എത്ര ദ്രോഹിക്കുന്നു, എൻ്റെ കുഞ്ഞിനെ എത്ര ദ്രോഹിക്കുന്നു, അതിനൊക്കെ ദൈവം തന്നെ മറുപടി കൊടുക്കും.